ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓട്ടിടാൻ പോവുകയാണ് കേട്ടോ. ആര്? ഞാനും സുലയും. അപ്പോൾ എനിക്ക് നമ്മുടെ ഇവിടെ തന്നെയാണ്. സുലയുടെ നാട്ടിൽ പോവുകയാണ്. സുലേ, എവിടെയാണ് സുലയുടെ നാട്? പറയൂ. മുളയ്ക്കലത്ത് കാവ് കിളിമാനൂർ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആര് വരുന്ന സുലയെ കൊണ്ടുപോകാനായിട്ട്? ടീച്ചർ വരുന്നുണ്ടല്ലേ. അപ്പോൾ സുലയെ പഠിപ്പിച്ച ടീച്ചറും കുറച്ച് ആളുകളും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാല് ചെറിയൊരു പ്രശ്നം, അതുപോലെ ബൈക്കിൽ യാത്ര ചെയ്യാനുള്ള പ്രശ്നമുണ്ട്. ബൈക്കിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. അതുകൊണ്ട് ആണ് അവർ വണ്ടിയായിട്ട് വരുന്നത്. അപ്പോൾ സുല എത്രാമത്തെ ഓട്ടമാണ് സുലേ? ഇതിന് മുമ്പ് ഇട്ടതും പഞ്ചായത്ത് ഇലക്ഷനല്ലേ ഇട്ടത്. അപ്പോൾ രുദ്രയുടെ തൊപ്പിയൊക്കെ എടുത്താ നീ പോണ ഓട്ടിടാൻ പോണ? എനിക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് കാല് പ്രശ്നമാണ്. പിന്നെ എനിക്കിവിടെ ഓട്ടിടാൻ പോകണം. ഓക്കെ, പെട്ടെന്ന് വരണേ ഓട്ടിട്ടിട്ട്. ഇത്തിരി കാങ്കുളത്ത് കാവിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അവർക്ക് വന്ന ടീമുകൾക്ക് കുറച്ച് വഴി തെറ്റിപ്പോയി. അങ്ങനെ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ പിന്നെ നീ ഏത് പാർട്ടിക്കടി കുത്തുന്നു? അങ്ങനെയൊന്നും ഇല്ലേ? എന്നാലും പറയേ പാർട്ടി. അമ്മക്ക് അങ്ങനെ പാർട്ടി ഒന്നും ഇല്ല കേട്ടോ. നിനക്ക് പാർട്ടി ഉണ്ടോ? അത് നീ എൻ്റെ അടുത്ത് വേറെ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിഞ്ഞൂടാ. എനിക്ക് പാർട്ടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്താണ് വ്യക്തി നോക്കി വോട്ട് കൊടുക്കുന്ന ടീംസാണ്. ഞാൻ ഒരു പാർട്ടി പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാന്തമായ പാർട്ടി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. വോട്ടിടും. വോട്ടൊന്നും വെറുതെ കളഞ്ഞിട്ടില്ല. വോട്ടിടും. ആർക്കാണെന്ന് വെച്ചാൽ അപ്പോഴും തോന്നുന്ന അങ്ങ് കൊടുക്കും. അപ്പോൾ ഇവരെ യാത്രയാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടിയാണെന്ന് തോന്നുന്നു. കാലിൽ കമ്പി അടിച്ചായിരുന്നു സൈറ്റിൽ വെച്ചിട്ടേ. പോട്ടോ. സുല ഓട്ടിടാനായിട്ട് സുലയുടെ നാട്ടിലോട്ട് പോയി. സുലയുടെ ടീച്ചറാണ് വന്നു സുലയെ കൊണ്ടുപോകുന്നത് കേട്ടോ. എന്നെ കൊണ്ടുവരുന്ന ആരുമില്ല, ഞാൻ തന്നെ പോകണം. അപ്പം ഞാനും പോട്ടെ. ഒന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നു. അതുമല്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പെൻഡ്രൈവ് കളഞ്ഞുപോയി. പെൻഡ്രൈവ് കളഞ്ഞതോടുകൂടി മൊത്തത്തിൽ എൻ്റെ ഇരുന്ന ഒരുപാട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാം എൻ്റെ നിന്ന് പോയി. ഒരുപാട് വിഷമമുണ്ട്. എനിക്കിതുവരെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആരും തന്നിട്ടില്ല. കിട്ടിയവരാരെങ്കിലും, ഞാനിപ്പോൾ വീണ്ടും പറയുന്നു, കിട്ടുന്നവരാരെങ്കിലും ദയവ് ചെയ്ത് കിട്ടുന്നവർ തിരിച്ച് തരിക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓർഡർ വന്നു. അച്ഛാ ഓർഡർ പോകണില്ലേ? അതൊക്കെ പോളാം. ഞാൻ പോയിട്ട് കേട്ടോ. സുല പോയി. അപ്പോൾ ഞാൻ പോയി. വണ്ടി ഇവിടെ വന്നു. ഞാൻ പോയിട്ട് വരട്ടെ സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വോട്ടിട്ടിട്ട് വന്നു കേട്ടോ. 3 വോട്ടുണ്ടായിരുന്നു. 3 വോട്ട് വിട്ടു. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തിന് വോട്ടിട്ടു. എല്ലായിടത്തും അങ്ങനെയാണല്ലോ അല്ലേ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ. അപ്പോൾ വോട്ടിട്ടിട്ട് വന്നു. ഇപ്പോൾ വീട്ടിൽ വന്നു. ഇപ്പോൾ സുല ഇനിയിപ്പം അവിടെ പോയിട്ട് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇപ്പോഴത്തേക്ക് ഇനി നല്ല വിശപ്പായിട്ടാണ് സംഭവം. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി, അതായത് ബ്ലേഡ് വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ. ഷേവൊക്കെ ചെയ്യാനായിട്ട് ബ്ലേഡ് വാങ്ങാനായിട്ട് കയറിയപ്പോൾ ഒരു പാസ്തയും ഒരു നൂഡിൽസും വാങ്ങി. നൂഡിൽസ് 2 എണ്ണം വാങ്ങിച്ച്, ഒരെണ്ണം സുലയ്ക്ക് കഴിക്കാനായിട്ടും ഒരെണ്ണം എനിക്കിപ്പോൾ കഴിക്കാനായിട്ടും മേടിച്ചു. അത് ഒരു കൊറിയൻ നൂഡിൽസാണ് കേട്ടോ. സംഭവം എനിക്ക് കൊറിയൻ ആ ഒരു ഫ്ലേവർ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതവിടെ വെച്ചിട്ട് വരാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതും തൂക്കിക്കൊണ്ടിട്ട് വന്നു. അപ്പം നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ഇനി അതിലോട്ട് കിടക്കട്ടെ. ഇനി എന്താണ്, നൂഡിൽസ് ഉണ്ടാക്കാൻ പോട്ടെ. നൂഡിൽസും പാസ്തയും. ഇത് കൊറിയൻ ഫ്ലേവർ ആണെങ്കിൽ ഇപ്പീരയാണ് കേട്ടോ.
സംഭവം ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ നോക്കിയില്ല. എനിക്ക് സാധാരണ ഇപ്പം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. പക്ഷേ ഫ്ലേവർ വേറെ ആയതുകൊണ്ടാണ് ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നതെന്നല്ല. കണ്ടപ്പോൾ ഞാനിത് വലുതായിട്ട് കഴിക്കത്തില്ല. പക്ഷേ പണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മാഗി കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം മാഗിയുടെ മാത്രമേ ഇപ്പോഴും ചെറിയൊരു ഇതുള്ളൂ കേട്ടോ. എന്നാലും ഇപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സുലയ്ക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ മാഗിയുടെ ഒരു പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മസാല പെന്നി അപ്പോൾ ആ ഒരു സാധനം. അപ്പോൾ നമ്മളിപ്പം ഇത് രണ്ടുമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കട്ടെ ഉണ്ടെന്ന്. സുലയും രുദ്രയും ഓട്ടൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുമ്പ് സുല വിളിച്ചിരുന്നു. അവരെത്താറായി. ചോദിക്കാം അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അവരിപ്പോൾ എത്തും കേട്ടോ. തൊട്ടടുത്ത് എത്താറായെന്ന് പറഞ്ഞു. ഇപ്പോൾ വണ്ടിയിലാണ് വരുന്നത്. അവരുടെ ടീച്ചറിൻ്റെ കാറിലാണ് വരുന്നത്. ടീച്ചറാണ് വന്ന് കൊണ്ടുപോയതും തിരിച്ചു വരുന്നതും ടീച്ചറാണ്. അപ്പോൾ എവിടെ എത്തിയെന്ന് അറിയത്തില്ല. എത്താറായി. ഇപ്പോൾ കുറച്ച് മുമ്പ് സുല വിളിച്ചിരുന്നു. എത്താറായി എന്ന് പറഞ്ഞു. നോക്കാം. എന്നെ കൊണ്ടുവന്ന കാറ് ഇതാ കിടക്കുന്നു. ടാറ്റ. ഫോട്ടൊക്കെ ഇട്ടിട്ട് സുലയും രുദ്രയും വന്നു. എന്തിനൊക്കെ കൊണ്ടുവന്ന ചാക്കിലല്ലേ എന്തിനൊക്കെ കൊണ്ടുവന്ന കവറിൽ ബിരിയാണി ഉണ്ട്. പിന്നെ എന്തൊക്കെയാ അവിടെ ടീച്ചർ ഉള്ളിൽ പറയുന്നത് കണ്ട്. ഓട്ടിടാൻ പോയിട്ട് ഇവര് കറങ്ങാൻ പോയി കേട്ടാ. ഇല്ല, ഓട്ടിടുന്ന ടീച്ചറിന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ നീ ഇവിടെ കയറിയിട്ട് പോകുന്നു. കഴിക്കാനായിട്ട് ടീച്ചറിന്റെ വീട്ടിലാണ് എല്ലാം ഇരിക്കുന്നത്. നല്ല വായത് കഴിയുന്ന പറഞ്ഞു. ബിരിയാണി കൊണ്ടുവന്നു. പിന്നെ ടീച്ചർ എന്തൊക്കെയോ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എന്തെടുക്കണോന്ന് അറിയാൻ വയ്യ. അങ്ങനെ അവിടെ നോക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ ബിരിയാണി തിന്ന്. ഓഹോ, എനിക്ക് ഓട്ടിടാൻ പോയിട്ട് എനിക്കാരും ബിരിയാണി തന്നില്ല. നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. എവിടെ പോയത്? അമ്മച്ചീരോടാ ഓട്ടൊക്കെ ഇട്ടാ പോയി. പാറ ഓട്ടിട്ടാ? 6 ഓട്ടിട്ടു. ഞാൻ ഓട്ടിട്ടു. എത്ര ഓട്ടിട്ടു? ഏതിനിട്ടാ? അതൊന്നും പറയില്ല. അതൊന്നും വെളിപ്പെടുത്തിക്കൂടാ. അതെന്ത് വെളിപ്പെടുത്തിയ? ഓട്ട് വിട്ടു ബിരിയാണി. എവിടെയൊക്കെ പോയി? വേറെ എങ്ങും പോയില്ല. ടീച്ചറിന്റെ വീട്ടിൽ കയറി. കരഞ്ഞ? ഇല്ല, അവരുടെ അടുത്ത് ഭയങ്കര കളിയായിരുന്നു. അവരുടെ അടുത്ത് ടീച്ചറിന്റെ അടുത്തൊക്കെ ചെന്നുടനെ വയറ് നിറച്ചാണ്. എന്റെ പൊന്നി. ഓട്ടട എങ്ങനെ ഇവളെ കൊണ്ടാകത്തി അറിയ? ഇവളെയും കൊണ്ടാകത്തി അറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞു കയറി പൊക്കോളാൻ പറഞ്ഞു. അവരെയൊന്നും നോക്കണ്ട, കയറി പൊക്കോ കൊച്ചിരിക്കും. അപ്പോഴത്തേക്ക് പറഞ്ഞു കൊച്ചിനെ ഇനി വാങ്ങിച്ചോട്ടാന്ന് ചോദിച്ചു. എന്നോട് വന്നൊരു ചേച്ചി, എനിക്ക് അറിയാവുന്നതാണ്. ആ ചേച്ചി വാങ്ങിച്ച് ഞാൻ പോയി ഓട്ടിട്ട് തിരിച്ചു വന്നു. അമ്മേരെ നാട്ടിൽ പോയിട്ടാണ് വന്നത്. അമ്മേരെ നാട്ടിൽ പോയാ ഓട്ടിടാൻ പോയാ? നീ എന്ത് ഇങ്ങനെ നോക്കണ? അത് നോക്കുന്നു. എന്താടി പാറുച്ചേ ചൂടെടുക്കണ? അകത്ത് പോവാം. പിന്നെ പറയണ്ട, ഒടുക്കത്തെ ചൂടായിരുന്നു. അതാ ഒരു എയർകൂളർ ഉള്ളത് കൊണ്ടാണ്. നമ്മളെ റൂമിലേക്ക് പോവാം. ഇനി എന്തിനാണ് പരിപാടി? എനിക്ക് കിടന്ന് ഉറങ്ങണം. എനിക്ക് ഉറങ്ങണം. തല അവര് എനിക്ക് പിടിക്കൂല. അപ്പോൾ സുലയും രുദ്രയും കൂടെ ഓട്ടൊക്കെ ഇട്ടിട്ട് വന്ന് ഞാനും ഓട്ടിടാൻ പോയി. അപ്പോൾ വന്ന് കിടന്ന് നമ്മൾ അവിടെ നിന്ന് സുല വന്നപ്പം എനിക്ക് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിരുന്നു. പിന്നെ ഞാൻ വെച്ചിരുന്ന ഒരു നൂഡിൽസ് അത് സുല ഉണ്ടാക്കി. സുലയും കഴിച്ച്, ഞാൻ ബിരിയാണിയും കഴിച്ച്. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കണം. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരെ. ടാറ്റാ.